ലോക രാഷ്ട്രീയത്തിന്റെ ശക്തികേന്ദ്രം വീണ്ടും ചൈനയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിച്ച് ഒരാഴ്ച പിന്നിടും മുമ്പുതന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ നിർണായക സന്ദർശനത്തിനായി ചൈനയിലെത്തുന്നത് ആഗോള ശക്തി സമവാക്യങ്ങളിൽ വൻ മാറ്റങ്ങളുടെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടക്കുന്ന ഈ കൂടിക്കാഴ്ച വെറും നയതന്ത്ര സന്ദർശനം മാത്രമല്ല, യുക്രൈൻ യുദ്ധം, അമേരിക്ക-ചൈന മത്സരം, പശ്ചിമേഷ്യയിലെ സംഘർഷം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, തൈവാൻ പ്രശ്നം എന്നിവയുടെ പശ്ചാത്തലത്തിൽ പുതിയ ലോകക്രമത്തിന്റെ രൂപരേഖ വരയ്ക്കുന്ന കൂടിക്കാഴ്ചയായി ഇതിനെ കാണുകയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ. മെയ് 19-20 തീയതികളിലായി നടക്കുന്ന സന്ദർശനം മാസങ്ങൾക്ക് മുൻപ് തന്നെ തീരുമാനിച്ചതാണെന്ന് റഷ്യയും ചൈനയും വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ സമയക്രമമാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. കാരണം ട്രംപ് അടുത്തിടെ ചൈനയിൽ ഷീ ജിൻപിങ്ങുമായി വ്യാപാരം, ഹോർമുസ് കടലിടുക്ക്, തൈവാൻ, പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി എന്നിവയെക്കുറിച്ച് നിർണായക ചർച്ചകൾ നടത്തിയിരുന്നു. അതിനു പിന്നാലെ പുടിന്റെ വരവ് ലോകത്തിലെ ഏറ്റവും ശക്തരായ 3 രാജ്യങ്ങൾക്കിടയിലെ പുതിയ ശക്തിസമവാക്യങ്ങൾ എന്തായിരിക്കുമെന്ന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധമിപ്പോൾ അഭൂതപൂർവമായ വിശ്വാസത്തിന്റെയും ഏകോപനത്തിന്റെയും തലത്തിലേക്കെത്തിയിരിക്കുകയാണെന്ന് പുടിൻ സന്ദർശനത്തിന് മുന്നോടിയായി വ്യക്തമാക്കി. ഞങ്ങൾ ആരെയും എതിർക്കുന്ന സഖ്യമല്ല, മറിച്ച് സമാധാനത്തിനും സാർവത്രിക സമൃദ്ധിക്കും പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അമേരിക്കൻ സ്വാധീനത്തെ വെല്ലുവിളിക്കുന്ന ഒരു ബഹുധ്രുവ ലോകക്രമം സൃഷ്ടിക്കാനുള്ള ശ്രമമായിട്ടാണ് മോസ്കോ-ചൈന ബന്ധത്തെ പാശ്ചാത്യലോകം കാണുന്നത്. 2022-ൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം പാശ്ചാത്യ ഉപരോധങ്ങൾ മൂലം മോസ്കോ അന്താരാഷ്ട്രതലത്തിൽ വലിയ ഒറ്റപ്പെടലാണ് നേരിട്ടത്. അതിനുശേഷം റഷ്യയുടെ ഏറ്റവും വലിയ സാമ്പത്തികവും രാഷ്ട്രീയവും നയതന്ത്ര രക്ഷാകവചമായി ചൈന മാറുകയായിരുന്നു. ഇന്ന് റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര മൂല്യം $228 ബില്യൺ ഉയർന്നിരിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഏറ്റവും വലിയ വാങ്ങുന്നവരിൽ ഒന്നാണ് ചൈന. യുക്രൈൻ യുദ്ധത്തിനു ശേഷം മാത്രം ചൈന $367 ബില്യൺ മൂല്യമുള്ള റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങൾ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ ഊർജ്ജ സഹകരണം പുടിൻ-ഷീ കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. യൂറോപ്യൻ വിപണികളിലേക്ക് ആക്സസ് കുറഞ്ഞതോടെ റഷ്യ ഇപ്പോൾ കൂടുതൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ അസ്ഥിരതയും ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിസന്ധിയും ചൈനയെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടായാൽ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടിവരും. അതുകൊണ്ടുതന്നെ റഷ്യയുമായുള്ള ദീർഘകാല ഊർജ്ജ കരാറുകൾ ചൈനയ്ക്ക് നിർണായകമാണ്. ഈ സാഹചര്യത്തിലാണ് പവർ ഓഫ് സൈബീരിയ 2 പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. റഷ്യൻ ആർട്ടിക് മേഖലയിൽ നിന്നുള്ള വാതകം മംഗോളിയ വഴി നേരിട്ട് ചൈനയിലെത്തിക്കുന്ന ഈ പദ്ധതി പ്രതിവർഷം 50 ബില്യൺ ക്യൂബിക് മീറ്റർ വാതകം കൈമാറാൻ ശേഷിയുള്ളതായിരിക്കും എന്നതാണ് പ്രത്യേകത. സന്ദർശനത്തിനിടയിൽ ഈ പദ്ധതിയിൽ അന്തിമ പുരോഗതി ഉണ്ടാകാമെന്ന സൂചനകളും ക്രെംലിനിൽ നിന്ന് പുറത്തുവന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയുമായുള്ള ബന്ധവും തകരാതെ നിലനിർത്താൻ ചൈന ശ്രമിക്കുന്നതും ഈ സന്ദർശനത്തെ കൂടുതൽ തന്ത്രപ്രധാനമാക്കുന്നു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ US-ചൈന ബന്ധത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ബന്ധമെന്നാണ് ഷീ ജിൻപിങ് വിശേഷിപ്പിച്ചത്. എന്നാൽ അതേസമയം തൈവാൻ വിഷയത്തിൽ ഇടപെടൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്ന് അമേരിക്കയ്ക്ക് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ഇതിലൂടെ ഒരു വശത്ത് അമേരിക്കയുമായി സംഭാഷണം തുടരുകയും മറുവശത്ത് റഷ്യയുമായി തന്ത്രപരമായ സഖ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഇരട്ട നയമാണ് ബെയ്ജിംഗ് പിന്തുടരുന്നത് എന്ന് വ്യക്തമാണ്. പുടിന്റെ സന്ദർശനത്തിനിടയിൽ ഏകദേശം 40 കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാപാരം, വ്യവസായം, ഗതാഗതം, ആണവോർജ്ജം, വിദ്യാഭ്യാസം, നവീകരണം, വാർത്താ ഏജൻസികളുടെ സഹകരണം, സാംസ്കാരിക കൈമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങൾ ഇതിലുൾപ്പെടും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹുധ്രുവ ലോകക്രമം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള സംയുക്ത പ്രഖ്യാപനമായിരിക്കും. പാശ്ചാത്യ ആധിപത്യത്തിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു ലോകശക്തി സംവിധാനം രൂപപ്പെടുത്താനുള്ള റഷ്യ-ചൈന ദൗത്യത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ടാണിതിനെ കാണുന്നത്. ഈ സന്ദർശനത്തിന്റെ മറ്റൊരു ശ്രദ്ധേയ ഭാഗം പുടിനും ഷീയും തമ്മിലുള്ള വ്യക്തിപര ബന്ധമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇരുവരും 40-ലധികം തവണ കണ്ടുമുട്ടിയിട്ടുണ്ട്. പ്രിയ സുഹൃത്ത് എന്നാണ് പുടിൻ ഷീയെ വിശേഷിപ്പിക്കാറുള്ളത്. അതേസമയം പഴയ സുഹൃത്ത് എന്നാണ് ഷീ പുടിനെ വിളിക്കുന്നത്. ഈ വ്യക്തിപര വിശ്വാസബന്ധം തന്നെയാണ് ഇന്ന് മോസ്കോ-ചൈന സഖ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി വിലയിരുത്തപ്പെടുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും സ്വീകരിക്കുന്ന ചൈനയുടെ നീക്കം ലോക നയതന്ത്രത്തിന്റെ കേന്ദ്രബിന്ദുവായി ബെയ്ജിംഗ് ഉയർന്നുവരുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. ശീതകാല യുദ്ധത്തിനു ശേഷം ഇത്തരത്തിലൊരു സാഹചര്യം അപൂർവമാണെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.
ലോകം അമേരിക്ക, റഷ്യ, ചൈന ശക്തി പോരാട്ടത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രധാന വേദിയായി ഇപ്പോൾ മാറുന്നത് ബെയ്ജിംഗ് ആണെന്നതാണ് യാഥാർത്ഥ്യം.